അപ്പം ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടിന്റെ IUPAC നെയിം എഴുതുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ഒന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഈ കോമ്പൗണ്ട് ആദ്യം എന്ത് ചെയ്യാൻ പോകണം, ഒരു നെയിം ഇടാം. അതിനുശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോഴായിരിക്കും കുറച്ചും കൂടെ വേഗത്തിൽ എന്ത് ചെയ്യുന്നത് മനസ്സിലാവുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും ഫംഗ്ഷണൽ ഗ്രൂപ്പേഴ്സ് ഒക്കെ വരുന്ന, അല്ലെങ്കിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ബ്രാഞ്ചസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് മാക്സിമം ചെറിയ നമ്പർ വരുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്പർ ചെയ്ത് കൊടുക്കാൻ. അപ്പം 1 2 3 4 5 ഓക്കെ, മൊത്തത്തിൽ നമുക്ക് 5 കാർബൺ ആണുള്ളത്. അപ്പം ഇവിടെ മെയിൻ ആയിട്ട് നമ്മുടെ സെക്കൻഡറി സഫിക്സ് ആയിട്ട് വരുന്ന ആൽക്കഹോൾ ആണ്. അപ്പം അതിന് ഞാൻ സ്മോളസ്റ്റ് നമ്പർ വരുന്ന രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്പർ ചെയ്ത് കൊടുത്തത്. അപ്പൊ ഇതിന്റെ പേരെന്ന് പറയുന്നത് 4 മീഥൈൽ പെന്റാൻ 2 ഓൾ. ഓക്കെ, അപ്പം ഇതാണ് എന്തിന്റെ പേരെന്ന് പറയുന്നത്, ഈ കോമ്പൗണ്ടിന്റെ പേര് എന്ന് പറയുന്നത്. IUPAC നെയിം എന്ന് പറയുന്നത് 4 മീഥൈൽ പെന്റാൻ 2 ഓൾ എന്നതാണ് ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം മീൻസ്. അപ്പം ഇനി നമുക്ക് ഈ ഇക്വേഷൻ നോക്കാം. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ വരുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരുന്ന ബ്രാഞ്ചസിനെ നമ്മൾ എന്താ പറയുക, പ്രിഫിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതാണല്ലോ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അത് എത്രാമത്തെ കാർബണിലാണ്, 4. അതുകൊണ്ട് 4 മീഥൈൽ. ഇനി റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട് മൊത്തത്തിൽ, അപ്പൊ എത്ര എണ്ണം ഉണ്ട്, 5. അതുകൊണ്ട് പെന്റാൻ. അപ്പം നമ്മള് പ്രൈമറി സഫിക്സ് എന്ന് പറയുമ്പോൾ ANE ആണോ ENE ആണോ എന്ന് നോക്കി കൊടുക്കുക. അപ്പൊ ഇവിടുത്തത് ANE ആയിരുന്നു, കാരണം സിംഗിൾ ബോണ്ട് ആണ്. ദെൻ സെക്കൻഡറി സഫിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരുന്നത് ആൽക്കഹോൾ. അപ്പൊ നമ്മുടെ പേരെന്ന് പറയുന്നത് 4 മീഥൈൽ പെന്റാൻ 2 ഓൾ.